Hi everyone, welcome back. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് ട്ടോ. മുട്ട വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള നല്ല മൊരിഞ്ഞ ഒരു സ്നാക്ക് ആണിത്. അപ്പോൾ 4 മണി ചായയുടെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഈ ഒരു സ്നാക്ക്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇതുപോലെ 2 മുട്ട പുഴുങ്ങി തോടൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒരു മുട്ടയെ 4 പീസായിട്ടാണ് കേട്ടോ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ 2 മുട്ടയും ഞാനിവിടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മല്ലിയില അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം വറ്റൽമുളക് ഒന്ന് ക്രഷ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, ഇതില്ലാതെയും ഉണ്ടാക്കാം. ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവറിൽ ചെറിയൊരു മാറ്റം വരും. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് കലക്കിയെടുക്കണം. ഒരുപാട് ലൂസായിട്ടും വേണ്ട, എന്നാൽ ഒരുപാട് കട്ടിയായിട്ടും വേണ്ട. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കലക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ ബാറ്റർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ അതും ഞാനിവിടെ ഒരു ബൗളിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ മുട്ടയുടെ പീസും എടുത്തിട്ട് ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കാം. പിന്നെ കുറച്ചും കൂടെ ഒരു തിക്കായിട്ടുള്ള കോട്ടിങ് വേണമെന്നുണ്ടെങ്കിലും അതുപോലെ സ്നാക്കിന് കുറച്ച് വലിപ്പം വേണമെന്നുണ്ടെങ്കിലും ഒന്നും കൂടെ നമുക്ക് ഈ ഒരു ബാറ്ററിൽ മുക്കിയിട്ട് ഇത് ബ്രെഡ് ക്രംസിൽ തന്നെ വീണ്ടും ഒന്നും കൂടെ റോൾ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കുറച്ചൊരു വലിയ സ്നാക്കായിട്ടും കിട്ടും. അതുപോലെ അത്യാവശ്യം പുറം ഭാഗത്ത് നല്ലൊരു കവറിങ്ങും കിട്ടും. ഇനി പുറത്ത് അത്രക്ക് കട്ടിയിലുള്ള കോട്ടിംഗ് ഒന്നും വേണ്ടാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രാവശ്യം ബാറ്ററിൽ മുക്കിയെടുത്തിട്ട് പിന്നെ ബ്രെഡ് ക്രംസ് ഒന്ന് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഇനി ഇത് ഇട്ട് കൊടുത്തിട്ട് പൊരിച്ചെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് തിരിച്ചു മറിച്ചു ഇട്ട് കൊടുക്കുക, എല്ലാ ഭാഗവും ഒരുപോലെ കളറായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാവും കേട്ടോ. പുറം ഭാഗത്ത് ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതിവിടെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുത്തിട്ട് ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സ്നാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്